രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പരിപാടി ഇതാട്ടോ. ഈ പവർ സ്ട്രിപ്പെ കുത്തി നമ്മുടെ ഫോണെല്ലാം ചാർജ് ചെയ്യുക. സൗത്ത് ആഫ്രിക്കയിലെ പിന്നായിട്ട് നമ്മുടെ പിന്ന് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉംലങ്ക ബീച്ച്, നമ്മുടെ എയർബിഎൻബിയുടെ മുന്നിലുള്ള ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം നല്ലപോലെ. അതുപോലെ ഒരു ബേർഡ് സാഞ്ചുറി ഉണ്ട്. അതുപോലെ പിന്നെ ഒരു ബീച്ചിൽ പോയിട്ടൊന്ന് കുളിക്കണം. അങ്ങനെ 2-3 പരിപാടിയായിട്ടാണ് നമുക്കുള്ളത്. അച്ഛനും വൈഷ്ണവനൊക്കെ രാവിലെ എണീറ്റ് റെഡിയായി ഇരിപ്പുണ്ട് കേട്ടോ. ഞാനും മിന്നും ചിറ്റിയൊക്കെ റെഡിയാകാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യായിരുന്നു. അധികം താമസമില്ലാതെ തന്നെ നമ്മളോട് ഇറങ്ങണം. അതിന് മുന്നേ നിങ്ങൾ ഈ വ്യൂ ഒന്ന് കണ്ടു നോക്കാം. രാവിലത്തെ വ്യൂ കണ്ടോ, അടിപൊളി. നമ്മളിവിടെ ആയിട്ട് ഇന്നലെ സ്റ്റേ ചെയ്ത്. ഇതൊക്കെ ഇതുപോലെയുള്ള കുറേ റിസോർട്ട്സാണ്. നല്ല വ്യൂ അല്ലേ. ഇപ്പോൾ സമയം 7:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് സൺറൈസ് രാവിലെ 6-6:30 ഉണ്ടായിരുന്നു. എനിക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ കടലൊക്കെ കയറി ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആ ദൂരേക്ക് നോക്കിക്കേ, അവിടെ ഷിപ്പുകൾ കാണുന്നുണ്ട്. ഇന്നലെ രാത്രി നമ്മളെ വീഡിയോ കാണിച്ചു, പക്ഷേ അത് കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഇതൊക്കെ ഓരോ ഷിപ്പുകൾ നമ്മുടെ ഇവിടുത്തെ ഡർബനിലെ പോർട്ടിലേക്ക് വരാൻ വേണ്ടി കിടക്കുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇന്നലെ മേടിച്ച ബ്രെഡും മുട്ടയൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങാൻ പോകും കേട്ടോ. ബീച്ചിൽ പോകുന്നതുകൊണ്ട് ചെറിയ ഷോർട്സൊക്കെ ഇട്ട് ഇറങ്ങിയത്. അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് ഇറങ്ങി. നമ്മുടെ ബീച്ചിൽ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി 2-3 ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതവിടെ വെച്ചിട്ട് പോകുന്നു റൂമിലെ. പെട്ടെന്നൊന്ന് കയറി എടുത്തിട്ട് നമുക്ക് താഴെ ബീച്ചിൽ പോയി ചാടാം. ഈ കാണുന്നതെല്ലാം അപ്പാർട്ട്മെൻറ്റ്സ് തന്നെയാണ് കേട്ടോ. ഈ ഒച്ച കേട്ടോ, ആ പൊട്ടുന്ന ഒച്ച കേട്ടോ. ഈ കാലമാടൻ ഇന്നലെ രാത്രി 3 മണിക്ക് 4 മണിക്ക് 5 മണിക്കൊക്കെ ഇതിലേക്കൂടെ ഈ സാധനം പൊട്ടിച്ചോണ്ട് നടക്കുക കേട്ടോ. ഞാൻ ഞെട്ടി എന്താ സംഭവം അറിയാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉംലങ്ക ബീച്ചാട്ടോ. നമ്മൾ താമസിക്കുന്ന എയർബിഎൻബിയുടെ മുന്നിൽ തന്നെ ഉള്ളത്. ഇന്നലെ നമ്മൾ വന്ന ബീച്ചിൻ്റെ ഒരു സൈഡ്, ഒരു കയറി നിന്ന് കാണാവുന്ന ഒരു സൈഡാട്ടോ. അപ്പോൾ ഉംലങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുലു ലാംഗ്വേജിൽ പ്ലേസ് ഓഫ് റീഡ്സ് എന്നാട്ടോ പറയുന്നത്. റീഡ്സ് എന്ന് പറഞ്ഞാൽ ഈ വെറ്റായിട്ടുള്ള റിവേഴ്സിൻ്റെ ഒക്കെ സൈഡിലുണ്ടാകുന്ന ലോങ് ആയിട്ടുള്ള പുല്ലില്ലേ, പ്ലാന്റ്സ് പോലെ ഇരിക്കുന്നത്, അതിനാട്ടോ റീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് ഈ സ്ഥലത്തിനടുത്ത് ഓലങ്ക എന്ന് പറഞ്ഞൊരു റിവർ ഉണ്ടായിരുന്നു കേട്ടോ. പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് അറിയത്തില്ല. ആ റിവറിൻ്റെ അടുത്ത് ഇതുപോലത്തെ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ആ പ്ലാന്റ്സിനെ ബേസ് ചെയ്താണ് ഈ ഉംലങ്ക എന്നുള്ള പേര് വന്നത് കേട്ടോ. അവിടെ കപ്പൽ കിടക്കുന്നുണ്ടോ? ഇപ്പോൾ ഇച്ചിരി അടുത്ത് കാണാം അല്ലേ. ഹാംബർഗ് എന്ന് പറഞ്ഞൊരു കപ്പൽ കിടപ്പുണ്ട്. ഇതാണ് സംഭവം. കടലിങ്ങ് കയറി കേട്ടോ. ഇവിടെ വരെ എത്തി, ലൈറ്റ് ഹൗസിൻ്റെ അവിടെ വരെ എത്തി. ഇന്നലെ നമ്മളത് അവിടെ ഇറങ്ങിയത്, ഈ പോയിന്റ്, കൈ കാണുന്ന പോയിന്റിലാണ് ഇറങ്ങിയത്. ഇവിടെ വരെ നടക്കാനുള്ള സമയം ഉണ്ടായിരുന്നു, പക്ഷേ ലൈറ്റ് കുറവായതുകൊണ്ടാട്ടോ ഇന്നലെ വരാഞ്ഞത്. പിന്നെ ഈ കാണുന്ന കേട്ടോ ഉംലങ്ക ലൈറ്റ് ഹൗസ്. അവിടെ നമ്മൾ പോകുന്നുണ്ട്. അതിന് മുന്നേ ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇത് ഈ വാക്ക് വേ ബ്രിഡ്ജിൻ്റെ ഏറ്റവും ലാസ്റ്റ് കുറച്ച് ഗ്രില്ലിട്ടിട്ടുണ്ട് കേട്ടോ. അതെന്താ സംഭവം എന്നറിയോ? കടൽ ഇതിൻ്റെ അടിയിലോട്ട് കയറി വരുന്നുണ്ട്, ഈ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിലോട്ട് കയറി വരുന്നുണ്ട്. നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുമ്പോൾ ശരിക്കും നമ്മൾ കടലിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലത്തെ സൗണ്ടാട്ടോ. കല്ലിലേക്ക് വേണ്ടിയിട്ട് വെള്ളം തിരിച്ചു വീഴുന്നു. അപ്പോൾ ഈ കാണുന്ന സാധനത്തിൻ്റെ ഒരു ഉംലങ്ക പിയർ എന്നാട്ടോ. തിമിംഗലത്തിൻ്റെ വാരിയല് പോലെ അതിൻ്റെ ഷേപ്പ്. നമ്മൾ നടന്നു വരുന്ന പാത്വേയിലാണെങ്കിലും ഇതുപോലെ തന്നെ വെയിലിൻ്റെയൊക്കെ കുറേ ഷേപ്പുകളൊക്കെ ടൈൽ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. അവിടെ കുറേ പേര് മീൻ പിടിക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. ഈ ബീച്ചിന് ചുറ്റും നല്ലൊരു പാർക്ക് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടോ. അത്യാവശ്യം നല്ലൊരു മെയിൻ്റനൻസും ഉണ്ട്. അവിടെ ആൾക്കാർ ജോഗ് ചെയ്യാനും എക്സസൈസ് ചെയ്യാനും വെറുതെ വന്നിരിക്കാനും സംസാരിക്കാനൊക്കെ ആയിട്ട് കുറേ പേരുണ്ട് കേട്ടോ. നമ്മൾ ഈ ബീച്ച് സൈഡിൽ കാണുന്ന എല്ലാ ഡെവലപ്മെൻറ്റും അവിടുത്തെ പഴയൊരു കൗൺസിലറുണ്ട്, കെൻ ഒ കോണർ എന്നാ പേര്. അയാൾ ഉംലങ്കയുടെ ഡെവലപ്മെൻറ്റിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 1954 ഷിപ്പിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ലൈറ്റ് ഹൗസ് ആട്ടോ ഇത്. അതുപോലെ തന്നെ എല്ലാ 20 സെക്കൻഡും ഇത് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. 20 നോട്ടിക്കൽ മൈൽസ് വരെ സീൽ കാണാനും പറ്റും കേട്ടോ ഈ ലൈറ്റ്. ഈ ലൈറ്റ് ഹൗസിന് വാച്ചർമാരൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ ബീച്ചിനെ ചുറ്റി അങ്ങ് വരെ ഉണ്ട് കേട്ടോ. കുറേ ഡിസ്റ്റൻസ് അങ്ങനെ കിടപ്പുണ്ട് നടക്കാനുള്ള. കുറേ പേര് ജോഗിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ദൂരെ കാണുന്നത് ഡർബൻ സിറ്റി ആട്ടോ. നമ്മളവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഈ കാണുന്ന ഒരു സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയമൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് വേൾഡിലെ ലോങ്ങസ്റ്റ് സ്വിങ് ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നത് കേട്ടോ. ഇതല്ല വേറെ പോലെ ഇരിക്കുന്നു. ഈ മരം കണ്ടോ, അതിൻ്റെ വേര് ഒക്കെ പുറത്ത് വെക്കുന്നു. ഈ ചെടി കാണാൻ നല്ല ഭംഗിയാട്ടോ ദൂരെ നിന്ന്. അടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് അതിൽ നിറച്ച് മുള്ളാട്ടോ. അതങ്ങനെ തട്ടി കഴിഞ്ഞാൽ മേത്ത് മുഴുവൻ മുറിയും.
നമ്മുടെ നാരകത്തിൻ്റെ ഒക്കെ പോലെ ഒരു സ്ട്രക്ചർ അല്ലേ. ഈ CBD എംപോറിയം എന്ന് പറഞ്ഞാൽ എന്നറിയട്ടെ, കഞ്ചാവ് വെക്കുന്ന കടയാ, കഞ്ചാവ് വെക്കുന്ന കടയാ. CBD കാനബിസ്. എൻ്റെ ഐഫോണിൻ്റെ സ്റ്റോറേജ് ഒരു ഇഷ്യൂ ആണ്, അതുകൊണ്ട് നമ്മളെ ഒരു മാളിൽ വന്നിട്ടൊരു സാൻഡിസ്കിൻ്റെ ഒരു പെൻഡ്രൈവ് മേടിക്കാൻ വേണ്ടി വന്ന കേട്ടോ. 4K വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഐഫോണിലെ സ്റ്റോറേജ് പെട്ടെന്ന് അറിയാം കേട്ടോ. എൻ്റെ ഒരു 128 ആണ്, അതുകൊണ്ട് ഒരു Type C പെൻഡ്രൈവ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. സാൻഡിസ്കിൻ്റെ ഒരു 256 GB പെൻഡ്രൈവ് നമ്മൾ മേടിച്ചു കേട്ടോ, അത്യാവശ്യമൊക്കെ അതിൽ ബാക്കപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഡർബനിലെ മോസസ് സ്റ്റേഡിയം കേട്ടോ. 2011 ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മാച്ചൊക്കെ ഇവിടെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേഡിയത്തിൽ സ്പോർട്സ് മാത്രമല്ല കേട്ടോ, അവിടെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. നമ്മൾ പോയ സമയത്ത് അവിടെ മെയിൻ്റനൻസ് ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ സ്റ്റേഡിയത്തിൻ്റെ ആർച്ച് കണ്ടോ, ഈ ആർച്ചിലൊരു ഊഞ്ഞാലുണ്ട് കേട്ടോ. അത് വേൾഡിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ആർച്ചിൽ, സ്റ്റേഡിയത്തിൻ്റെ ആർച്ചിൽ നിർമ്മിക്കപ്പെട്ട ഒരു സ്വിങ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതിൻ്റെ പേര് ബിഗ് റഷ് ബിഗ് സ്വിങ് എന്നാട്ടോ അതിൻ്റെ പേര്. അതുപോലെ തന്നെ അവിടെ ഒരു സ്കൈ കാർ ആക്ടിവിറ്റി ഉണ്ട്. സ്കൈ കാർ എന്ന് പറഞ്ഞാൽ ഒരു കേബിൾ കാറാണ്. അത് ആ ആർച്ചിൻ്റെ ടോപ്പിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിറ്റിയുടെ ഒരു 360 വ്യൂ കിട്ടും കേട്ടോ. അതൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ അടുത്ത പ്ലാനിലേക്ക് പോകും, അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാനിലാട്ടോ. പിന്നെ നമ്മൾ പോയത് ഉംഗേനി റിവർ ബേർഡ് പാർക്കിലേക്കാട്ടോ. നമ്മൾ ഈ പാർക്കിൽ സ്പെൻഡ് ചെയ്യുന്ന ഓരോ രൂപയും അവിടെയുള്ള എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ബേർഡ്സിനെ പ്രിസർവ് ചെയ്യാനും അതിനെ ബ്രീഡ് ചെയ്യിക്കാനും ഒക്കെ വേണ്ടിയിട്ടോ അവർ ഫണ്ട് യൂസ് ചെയ്യുന്നത്. അവിടെ കണ്ട ഒരു രസകരമായ പോസ്റ്ററാട്ടോ, മേലിലേക്ക് നോക്കുകയും വാ തുറക്കുകയോ ഒരുമിച്ച് ചെയ്യരുതെന്ന്. നമുക്കവിടെ എൻട്രൻസ് ഫീ 78 റാൻഡാട്ടോ ആയത്. നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സ്ട്രാപ്പ് തരും കേട്ടോ. ഇത് നമ്മുടെ കയ്യെ കെട്ടിയാൽ മതി. ഇതാണ് നമ്മുടെ എൻട്രൻസ് ടിക്കറ്റ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് നോർത്തേൺ ഗ്രൗണ്ട് ഹോൺബില്ലാട്ടോ. മെയിലിൽ ഒരാളിരിപ്പുണ്ട്, എൻ്റെ വായിലിരിപ്പുണ്ട്. ഇത് മറ്റേ മെക്കാവ് ബ്ലൂ ആൻഡ് യെല്ലോ മെക്കാവ്. ഇതിനേക്കാൾ നല്ല കളറാണ്. എനിക്ക് ചോപ്പിനേക്കാളും ഇഷ്ടമായിട്ട് ഈ നീലയുടെ ഷെയ്ഡ് നല്ല കളറാണ്. മെക്കാവിൻ്റെ വലിയൊരു കളക്ഷൻ ഇവർക്കുണ്ട് കേട്ടോ. അത് നമുക്ക് വഴിയെ കാണിക്കാം. ഇത് കണ്ടോ, രണ്ടെണ്ണം കൂടി ഇരുന്ന് ചെറിയ റൊമാൻസ് ഒക്കെയാണ്. പിന്നെ നമ്മൾ മുന്നോട്ട് നടന്ന് മേളിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് ഒരു മരം നിറച്ച് ബിൻ ചിക്കൻ എന്നാട്ടോ ഇതിൻ്റെ പേര്. ഈ സാധനങ്ങൾ ആ കയറി വരുന്ന അവിടെ മുഴുവൻ കഷ്ടിച്ച് വെച്ചിരിക്കും കേട്ടോ. ഇതിൻ്റെ പടം അവിടെ കൊടുത്തിരുന്നത്. മെക്കാവ്സ് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ബേർഡ് കേട്ടോ, കാണാനും നല്ല ഭംഗിയാണ്. ഇൻട്രസ്റ്റിംഗ്ലി ഈ ബേർഡ്സ് 50 to 60 വർഷം വരെ ജീവിക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരു 5 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ അത്രയും ബുദ്ധിയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനി അവിടെ കണ്ട കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബേർഡ്സിനെ കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് കുറച്ച് നേരം കാണാം. ഇതാ കോമ്പൗണ്ടിനകത്തൂടെ വെറുതെ നടക്കുന്ന ഒരു പെൺമയിലാട്ടോ. അവിടെ വിസിറ്റേഴ്സിന് അത്യാവശ്യം കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ള ഒരു കഫേയും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ കഫേ ചെന്നപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു അവിടെ 11 മണിക്ക് ഒരു ഫ്രീ ബേർഡ് ഷോ ഉണ്ട്, അതൊന്ന് കാണേണ്ടത് തന്നെയെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ലക്ഷ്യം അങ്ങോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പാർക്ക് ഡർബനിലുള്ള ഉംഗേനി റിവറിൻ്റെ തീരത്താട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇതൊരു 3.5 ഹെക്ടേഴ്സ് ഉണ്ട്, 800 ബേർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ 200 സ്പീഷീസ് ഉണ്ട്. അതിൽ റെയറും എൻഡേഞ്ചേർഡും ഒക്കെ ഉണ്ടെന്നാട്ടോ പറയുന്നത്. ഈ പാർക്കിൻ്റെ മേളൊന്നും ക്ലോസ്ഡ് അല്ല കേട്ടോ, ഇത് ഓപ്പൺ തന്നെയാണ്. വേണേ പക്ഷികൾക്ക് പറന്നു പോകാമെന്നുള്ളതേ ഉള്ളൂ. പറന്നു പോയാലും ഇവിടെ ഫുഡ് കിട്ടുന്നതുകൊണ്ട് ഇവരെല്ലാം തിരിച്ചു വരും കേട്ടോ. ഇത് ഫ്ലമിംഗോസിൻ്റെ ഒരു കൂട്ടം കേട്ടോ. അവരൊക്കെ നിൽക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ പറ്റും. 11 മണിയാകാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് കൂടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ബേർഡ്സിനെയൊക്കെ കൂടെ ഒന്ന് നടന്ന് കാണാമെന്ന് ഓർത്ത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലാഫിംഗ് കൊക്കബൂര. ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ. ഇവൻ ഇച്ചിരി സീനാട്ടോ, ഇച്ചിരി പരിഷ്കാരിയാണ്. നമ്മുടെ നാട്ടിലെ കാക്ക തന്നെയാണ്, പൈഡ് ക്രോ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അവൻ്റെ നെഞ്ചത്തൊരു സൂട്ടൊക്കെ കിടക്കുന്നുണ്ടോ. അപ്പോൾ ഈ പാർക്ക് നേരത്തെ പറഞ്ഞ 3.5 ഹെക്ടേഴ്സിൻ്റെ 1% പോലും ഇല്ല കേട്ടോ. എൻഡേഞ്ചേർഡ് ആയിട്ടുള്ളതും കെയർ വേണ്ട ആനിമൽസിനെ മാത്രമേ ഇവർ കേജ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതെല്ലാം ഫ്രീ ആണ്. അപ്പോൾ 11 മണി ആയപ്പോഴത്തേക്ക് നമ്മുടെ ബേർഡ് ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ടോ. അവിടെ ഒരു നോട്ടൊക്കെ എഴുതി വെച്ചിരിക്കുന്നു, അതിൻ്റെ അകത്ത് കയറുന്നവരുടെ ഓൺ റിസ്കിൽ കയറണം എന്നുള്ളത്. നമുക്കിവിടെ എവിടെയെങ്കിലും മേളിൽ കയറിയിരിക്കാം. അപ്പോൾ ഈ നിൽക്കുന്ന ആളാട്ടോ അവിടുത്തെ ട്രെയിനർ. പുള്ളി പറഞ്ഞു ആളില്ലാത്തതുകൊണ്ട് ഷോ വേണ്ടാന്ന് വെച്ചിരിക്കുകയായിരുന്നു, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ ചെയ്യാമെന്ന് പറഞ്ഞു. ബേർഡ് ഷോ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. ഇത് അവിടുത്തെ ട്രെയിനർ ആദ്യം പറത്തി വിട്ട ഒരു മെക്കാവ് കേട്ടോ. ആ മെക്കാവിനെ
എന്തൊക്കെ കാണിച്ചിട്ടും അത് തിരിച്ചു വരുന്നില്ല. അവിടെ വിളച്ചിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് പണി തന്നെ വാളി കേട്ടോ. അവസാനം പുള്ളി അവിടെ പോയി അതിനെ എടുക്കുക ചെയ്തു. My name is Sanel, guys, and this one is Naughty Sachmo. The reason I call him Naughty is because അപ്പോൾ ട്രെയിനർ ആ തത്തയ്ക്ക് ഇട്ടേക്കുന്ന പേര് നോട്ടി സൈസ്മോ എന്നാട്ടോ. നോട്ടി എന്ന് പറയാൻ കാരണം അവിടെ മേളിലേക്ക് പറത്തി വിട്ടിട്ട് പുള്ളി തിരിച്ച് ഫുഡ് വെച്ച് കുളിക്കുമ്പോൾ തിരിച്ച് വരേണ്ടതാണ്. തത്ത വന്നില്ല. തത്ത ഇച്ചിരി ഉടായ്പൊക്കെ എടുത്ത് അവിടെ ഇരുന്നു. ഈ ബേർഡ് ഷോ കുറച്ച് എഡ്യൂക്കേഷണലും കൂടിയാട്ടോ. ബേഡ്സിനെ വെച്ച് വെറുതെ ട്രിക്ക് മാത്രമല്ല കാണിക്കുന്നത്. അവർ ഓരോ ബേഡ്സിനെ കൊണ്ടുവന്നിട്ട് അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, അവരുടെ വെജിറ്റേഷൻ, അവരെവിടെയാണ് താമസിക്കുന്നത്, അവർക്ക് എന്ത് ടൈപ്പ് കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം, അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൂടിയുണ്ട് കേട്ടോ. ഈ വരുന്നൊരു യമണ്ട സാധനം കേട്ടോ. ഇതിനെ കാണുമ്പോൾ നമ്മൾ പറക്കത്തില്ല എന്ന് ഓർക്കും, പക്ഷേ ഇതിന് അത്യാവശ്യം നല്ലപോലെ പറക്കാൻ പറ്റും കേട്ടോ. ഈ പക്ഷിൻ്റെ പേര് വൈറ്റ് പെലിക്കൺ എന്നാട്ടോ. ഈ പുള്ളിക്കാരി അവിടുത്തെ ഒരു സ്റ്റാഫാണ്. അവർ നമുക്ക് വന്നിരുന്ന് ആ ബേഡ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. ഈ ട്രെയിനർ ആ പക്ഷിക്ക് കൊടുക്കാനുള്ള ഫുഡ് ചിക്കനോ എന്താണെന്ന് തോന്നുന്നു നമ്മൾ വ്യൂവേഴ്സ് ഇരിക്കുന്ന ഗാലറിയിലേക്കൊക്കെ ഇടും പക്ഷിയുടെ അടുത്ത് കാണാൻ വേണ്ടി. just what they're not going to hate it, just what they want. So every now and then, തട്ടിട്ട് വല്ല പറ്റിയോ? തലയ്ക്ക് ജസ്റ്റ് ഒരു പൂട വെച്ച് തട്ടിയ പോലെയേ ഉള്ളൂ. ഓ so that was actually my fault because you're normally only supposed to fly to the person staying. So that was actually my fault. ഇത് കാണുമ്പോൾ ഒരു ചെറിയ കോഴിയാണെന്ന് തോന്നും, പക്ഷേ ഇത് വൾച്ചറാട്ടോ. വൾച്ചർ ഭയങ്കര ഡേഞ്ചറസ് സാധനമാണ്. പിന്നെ ഇത് കുറച്ച് ട്രെയിൻഡാണ്. നേരത്തെ പറഞ്ഞ പോലെ ആ ട്രെയിനർ കണ്ടോ ഫുഡ് നമ്മൾ വ്യൂവേഴ്സ് ഇരിക്കുന്നിടത്തോട്ടൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ആ പക്ഷി കുറച്ചുകൂടെ ക്ലോസറായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതങ്ങനെ കൊണ്ട് കാണിക്കുന്നതാണ് ഈ കാണുന്നത്. അവർ വിളിച്ചാൽ വരുകയും ചെയ്യും തിരിച്ച് കേട്ടോ. And there was no human interaction. ഇത് നമ്മൾ പാർക്കിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ആദ്യം കണ്ട പക്ഷി കേട്ടോ. ഇതിൻ്റെ പേര് ഗ്രൗണ്ട് ഹോൺബിൽ എന്നാട്ടോ. ഹോൺബിൽ ഫാമിലി തന്നെയാണ്. Pushing it through the bars to feed him. So having said that, so he became certified to launch up and grab it in mid-air. But I think he's a bit over it. Ladies lose their minds every time. Look at that. Look how he's showing off. Look at him showing off. Yes, good look, ladies. Mine is natural. അപ്പോൾ നമ്മുടെ ബേർഡ് ഷോയിലെ ലാസ്റ്റായിട്ട് വരുന്ന പക്ഷി ഇതാട്ടോ. ഇതോടുകൂടി ബേർഡ് ഷോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ പേര് മാരബോ സ്റ്റോർക്ക് എന്നാട്ടോ. Here is Emma. Folks, I'm not trying to be rude. So those feathers are referred to as marabou. ഇത് ആഫ്രിക്കയിൽ കാണപ്പെടുന്നതിൽ ലാർജസ്റ്റ് ബേർഡ്സിൽ ഒന്നാട്ടോ. ഇതിൻ്റെ വിങ് സ്പാൻ ഏകദേശം 3.2 മീറ്റേഴ്സ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇവർക്ക് കഴിക്കാൻ കൂടുതൽ ഇഷ്ടം ഫിഷും ഇൻസെക്ട്സും ചെറിയ ചെറിയ മാമൽസിനെയൊക്കെ ആട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. Keeping the water, lifting their legs, kicking the vultures, catching them, really stressing them out. And then as soon as that's done and the vultures regurgitate and fly to safety, these guys. അങ്ങനെ ബേർഡ് ഷോ ഒക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദേ വേറൊരാൾ പോകുന്നുണ്ടോ മേളിലേക്കൂടെ. മയിലിൻ്റെ ഒരു കൂട്ടം തന്നെ അവിടെ ഉണ്ട് കേട്ടോ. ദേ നമ്മൾ പോകാൻ ഇറങ്ങിയപ്പോൾ വീണ്ടും ഒരെണ്ണത്തിനെ കണ്ടു. അത് ഇച്ചിരി പോസിങ് ഒക്കെ ആയിരുന്നു. ഞങ്ങൾ ഓർത്തു അത് പീലിയൊക്കെ വിടർത്തി നിൽക്കുമെന്ന് ഓർത്തു. കുറച്ച് നേരം അതിനെ നമ്മൾ നോക്കിയൊക്കെ നിന്ന് കേട്ടോ. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഒംഗേനെ റിവർ ബേർഡ് പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ബലീറ്റോ ആണ്. ബലീറ്റോ എന്ന് പറഞ്ഞാൽ ഡർബനിൽ നിന്ന് ഒരു 45 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് കേട്ടോ. അവിടെ ഒരു കിടിലം ബീച്ചുണ്ട്. അപ്പോൾ ആ ബീച്ചിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഈ വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി കൂടിയുണ്ട്. ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ. ഇവിടെ ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. ഫ്രണ്ട്ലിയാ. ഭയങ്കര ഫ്രണ്ട്ലിയാ. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഹലോ.